ഈ കേന്ദ്ര സർക്കാരിൻ്റെ പദ്ധതികൾ പലതും പേരുമാറ്റി കേരള സർക്കാർ അടിച്ചു മാറ്റുന്നുവെന്ന ആരോപണം വർഷങ്ങളായി നിലനിൽക്കുകയാണ്. കഴിഞ്ഞ 10 വർഷക്കാലമായിട്ടിത് BJP കുറേ ഉദാഹരണങ്ങൾ കാട്ടി ചൂണ്ടിക്കാണിക്കുന്നുണ്ടായിരുന്നു. കാരണം കേന്ദ്ര സർക്കാർ നമുക്കറിയാം വിവിധ ജനകീയ പദ്ധതികൾ ആവിഷ്കരിക്കും, അതെല്ലാം വേറൊരു പേരിലാക്കി കേരളത്തിൽ നടപ്പാക്കും, എന്നിട്ട് PR വർക്ക് നടത്തും. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട മറ്റൊരു വാർത്ത കൊച്ചിയിൽ നിന്ന് അരുൺ കൊടുങ്ങൂർ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. നരേന്ദ്രമോദി സർക്കാരിൻ്റെ പദ്ധതി വീണ്ടും സ്വന്തം പേരിൽ മാത്രമുള്ള പദ്ധതിക്കായി മാറ്റി പിണറായി സർക്കാർ. ഫോർട്ട് കൊച്ചി തുരുത്തിയിലെ ഫ്ളാറ്റ് സമുച്ചയമാണ് സംസ്ഥാന സർക്കാർ പദ്ധതിയായി തെറ്റിദ്ധരിപ്പിച്ച് മുഖ്യമന്ത്രി നാളെ ഉദ്ഘാടനം ചെയ്യുന്നത്. തലചായ്ക്കാൻ ഇടമില്ലാതെ വിഷമിച്ച 394 കുടുംബങ്ങൾക്ക് തണൽ ഒരുക്കുന്ന ബൃഹത് പദ്ധതിയാണ് സംസ്ഥാന സർക്കാരിൻ്റെ മാത്രമായി ചിത്രീകരിക്കുന്നത്. കേന്ദ്ര പദ്ധതി ആവിഷ്കരിച്ച് 66 കോടി രൂപ 2 ടവറിന് വേണ്ടിയിട്ട് എസ്റ്റിമേറ്റ് രൂപീകരിച്ചതിന് ശേഷം ഈ പദ്ധതി ഏകദേശം 2016 മുടങ്ങി പോവുകയാണ് ചെയ്തിട്ടുള്ളത്. 2016 പദ്ധതി മുടങ്ങാനുള്ള യഥാർത്ഥ കാരണം എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, അന്ന് ഈ നഗരസഭ ഭരിച്ചിരുന്നത് UDF ആണ്, ഇന്ന് ഇത് ഭരിക്കുന്നത് LDF ആണ്. UDF-ഉം LDF-ൻ്റെയും ഒരു അഴിമതി ഭരണ പ്രകാരം അവർക്ക് ഈ പദ്ധതിക്ക് നൽകേണ്ട തുക നൽകുവാൻ കഴിയാത്തതിന് സാധിച്ചാണ് ഈ പദ്ധതി മുടങ്ങിപ്പോയിട്ടുള്ളത്. അതിനുശേഷം നമുക്കറിയാം 2016 നമ്മുടെ നരേന്ദ്രമോദി സർക്കാർ കൊച്ചിയുടെ വികസനത്തിന് വേണ്ടി നൽകിയ സ്മാർട്ട് സിറ്റി പദ്ധതി പ്രകാരം നൽകിയ കോടിക്കണക്കിന് രൂപ, ആ പദ്ധതി തുകയിൽ അത് ഭവന പാർപ്പിട നിർമ്മാണത്തിന് വേണ്ടി ഉപയോഗിക്കേണ്ട തുകയാണ് ഇന്ന് കൊച്ചി നഗരസഭ വഴിമാറ്റി ഈ പറയുന്ന റേ പദ്ധതി പൂർത്തീകരണത്തിന് വേണ്ടി ഉപയോഗിച്ചിട്ടുള്ളത്. കേന്ദ്ര സർക്കാർ കൊടുക്കേണ്ട പദ്ധതിയുടെ മുഴുവൻ തുകയും കേന്ദ്ര സർക്കാർ കൊടുക്കുകയും കോർപ്പറേഷൻ ആ തുക കൊടുക്കാത്തതിൻ്റെ പേരിൽ പദ്ധതി മുടങ്ങിപ്പോകുന്നു. അവസാനം ഇത് നമുക്കറിയാം, കൊച്ചി നഗരസഭയുടെ സൗന്ദര്യവൽക്കരണത്തിൻ്റെ ഭാഗമായിട്ടാണ് CSML കമ്പനി രൂപീകരിച്ചിട്ടുള്ളത്. ആ CSML ഈ പദ്ധതി ഏറ്റെടുക്കുകയും ഈ കെട്ടിട സമുച്ചയങ്ങൾ 2 ടവറിൻ്റെയും ആ പദ്ധതി പൂർത്തീകരിക്കുവാൻ വേണ്ടി CSML ഏറ്റെടുത്തുകൊണ്ട് ആ പദ്ധതി പൂർണ്ണമായിട്ടും കേന്ദ്ര സർക്കാരിൻ്റെ പങ്കാളിത്തത്തോടു കൂടിയാണ് ആ പദ്ധതി നടപ്പിലാക്കിയിട്ടുള്ളത്. ഇന്നിപ്പോൾ സംസ്ഥാന സർക്കാരിൻ്റെ പദ്ധതിയാണ്, ലൈഫ് മിഷൻ്റെ പ്രോഗ്രാമാണ് എന്ന് പറഞ്ഞ് പ്രഖ്യാപിച്ചുകൊണ്ട് അവർ നടത്തുമ്പോൾ നരേന്ദ്രമോദിയെക്കുറിച്ച് ഓർക്കുവാനോ അല്ലെങ്കിൽ അതിൽ പങ്കാളിയായിട്ടുള്ള അതിനുവേണ്ടി ശുപാർശ നടത്തിയിട്ടുള്ള അന്നത്തെ കേരളത്തിൽ നിന്നുള്ള വിദേശമന്ത്രിയായിരുന്ന ശ്രീ V. മുരളീധരൻ അവർ, ഇന്നത്തെ നിലവിലുള്ള മന്ത്രിമാർ ജോർജ് കുര്യൻജി, സുരേഷ് ഗോപിജി ഉൾപ്പെടെയുള്ള കേന്ദ്ര നേതാക്കന്മാരെ, കേന്ദ്രമന്ത്രിമാരെ ഒന്ന് ഓർക്കാനോ നരേന്ദ്രമോദിയുടെ അല്ലെങ്കിൽ BJP സർക്കാരിൻ്റെ ആ ഒരു ഭാഗം പറയുവാനോ അതിൻ്റെ ഒരു പ്രചരണം കൊടുക്കുവാനോ കോർപ്പറേഷൻ തയ്യാറാവുന്നില്ല. വലിയ രാഷ്ട്രീയ പൊറോട്ട നാടകം ജനങ്ങളെ തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ട് വലിയ രാഷ്ട്രീയ ഗിമിക്കുകൾ നടത്തിക്കൊണ്ട് ബഹുമാനപ്പെട്ട ഈ നഗരപിതാവ്, ബഹുമാനപ്പെട്ട ശ്രീ കൊച്ചി കോർപ്പറേഷൻ്റെ തലവൻ ഇതുപോലെ രാഷ്ട്രീയ നാടകങ്ങൾ നടന്നത് ചില രാഷ്ട്രീയ നേട്ടങ്ങൾക്ക് വേണ്ടിയായിരിക്കും. പക്ഷേ ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുന്ന ഈ തട്ടിപ്പ് പരിപാടി അവസാനിപ്പിക്കണമെന്നാണ് BJP ആവശ്യപ്പെടുന്നത്. അരുൺ കൊടുങ്ങൂർ ഈ വാർത്തയുടെ വിശദാംശങ്ങൾ നൽകും. അരുൺ, ഇത് സ്ഥിരം പരിപാടിയാണ്. അതായത് നരേന്ദ്രമോദി സർക്കാരിനെ സംബന്ധിച്ച് ഒരുപാട് ജനകീയ പദ്ധതികളുണ്ട്. മുൻപ് ഒരു കേന്ദ്ര സർക്കാരും കേരളത്തിന് നൽകിയിട്ടില്ലാത്ത വലിയൊരു കരുതൽ ഈ കേന്ദ്ര സർക്കാർ നമ്മുടെ സംസ്ഥാനത്തിന് നൽകുന്നു എന്നത് ഒരു വസ്തുതയാണ്. ഒരു ഘട്ടത്തിൽ അത് കേരളത്തിൻ്റെ മുഖ്യമന്ത്രിക്ക് പോലും സമ്മതിക്കേണ്ട വന്നിട്ടുണ്ട് എന്ന വസ്തുത കൂടി നമുക്ക് മുന്നിലുണ്ട്. ഇപ്പോൾ കൊച്ചിയിൽ സംഭവിക്കുന്നത് എന്താണ്? അതായത് സ്ഥിരം കേരളത്തിൽ നടന്നുകൊണ്ടിരിക്കുന്ന കലാപരിപാടി തന്നെ. കേന്ദ്ര സർക്കാരിൻ്റെ പദ്ധതി എടുത്ത് പേര് മാറ്റിയിടുക, എന്നിട്ട് റോഡ് മുഴുവൻ ഫ്ലെക്സ് വെക്കുക. അത് തന്നെയാണോ കൊച്ചിയിലും സംഭവിച്ചത്? തീർച്ചയായും അങ്ങനെ തന്നെ ഒരു സംഭവ വികാസങ്ങൾ തന്നെയാണ് കൊച്ചിയിലും നടന്നു വന്നിരിക്കുന്നത്. അതിൽ ഏറ്റവും എടുത്തു പറയേണ്ടത്, ഗ്രാമ നഗര വ്യത്യാസമില്ലാതെ പാവപ്പെട്ടവർക്ക് കൈത്താങ്ങാകുന്ന ഒരുപാട് പദ്ധതികളാണ് നരേന്ദ്രമോദി സർക്കാർ പ്രഖ്യാപിക്കുന്നത്. അതിൽ രാഷ്ട്രീയ ലാഭം ഒന്നുമില്ലാതെ പാവങ്ങൾക്ക് അത് കൃത്യമായി തന്നെ ഉപയോഗിക്കുക, അല്ലെങ്കിൽ അവർക്ക് കൈത്താങ്ങാകുക, കരുതലാകുക എന്നുള്ള ഒരു വലിയ ലക്ഷ്യത്തോടെയാണ് കേന്ദ്ര സർക്കാർ ഈ പദ്ധതിയൊക്കെ തന്നെയും പ്രഖ്യാപിക്കുന്നത്. പക്ഷേ കേരളത്തിൽ കണ്ടുവരുന്ന ഒരു കാഴ്ച, അത് നമ്മൾ ഓരോ വാർത്തകളിലൂടെയും ഓരോ സമയത്ത് അത് പുറത്ത് വിടുന്നതാണ്. അതിലേറ്റവും പ്രധാനപ്പെട്ടത് തങ്ങളുടെ മാത്രം പദ്ധതിയാണ്, തങ്ങളാണ് ഇവർക്ക് ഈ പദ്ധതി നിർമ്മിച്ച് നൽകുക എന്നുള്ള ഒരു രീതിയിലേക്കുള്ള പ്രചരണം അവർ തന്നെ വ്യാപകമായി എല്ലാ ഇടങ്ങളിലും നടത്തുന്നു. അതിലേറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ്, ഏറ്റവും ഒടുവിലത്തെ ഒരു ഉദാഹരണമാണ് ഈ കൊച്ചി തുരുത്തിയിലെ ഈ ഒരു ഫ്ളാറ്റ് സമുച്ചയം. 2 ഫ്ളാറ്റ് സമുച്ചയങ്ങളാണ് ഈ ചേരി നിവാരണ പദ്ധതിയുടെ ഭാഗമായി ഇവിടെ നിർമ്മിച്ചിരിക്കുന്നത്. അതായത് വലിയ രീതിയിലുള്ള പ്രതിസന്ധികളായിരുന്നു ആദ്യഘട്ടത്തിൽ ഉണ്ടായിരുന്നത്.
വരുന്നത്. കാരണം അടച്ചുറപ്പുള്ള ഒരു വീട് എന്നുള്ള ഒരു വലിയ സ്വപ്നമായിരുന്നു ഇവർക്കൊക്കെ തന്നെയും ഉണ്ടായിരുന്നത്. 394 കുടുംബങ്ങൾക്കാണ് ഈ ഒരു പദ്ധതിയിലൂടെ ആശ്രയമാകുന്നത്. ഇടിഞ്ഞു വീഴാറായ വീട്ടിൽ നിന്നും അവരെ ഒരു ഫ്ലാറ്റ് സമുച്ചയത്തിലേക്ക് പുനരധിവസിപ്പിക്കുന്ന ബൃഹത്തായ ഒരു പദ്ധതി. ശരിക്കും പറഞ്ഞാൽ കൊച്ചിയുടെ തന്നെ ഒരു ഏറ്റവും പ്രധാനപ്പെട്ട പദ്ധതിയായി ഇത് മാറിയിരുന്നു. പക്ഷേ ഇതിൽ കൃത്യമായി നമ്മൾ അന്വേഷിക്കുന്ന സമയത്താണ് ഈ ഒരു പദ്ധതി അത് സംസ്ഥാന സർക്കാരിൻ്റെ മാത്രമല്ല, നഗരസഭയുടെ മാത്രമല്ല, അത് കേന്ദ്ര സർക്കാരിൻ്റെ കൃത്യമായ സഹായത്തോടെ നിർമ്മിച്ച ഒരു പദ്ധതിയാണ്. പക്ഷേ ഇവിടെ എത്തുന്ന ആർക്കും, ഇന്നലെ നമ്മൾ ആ സ്ഥലത്ത് എത്തിയിരുന്നു, അത് അവിടെ എത്തുന്ന ആർക്കും അത് കേന്ദ്ര സർക്കാരിൻ്റെ സഹായത്തോടു കൂടിയാണ് ഈ ഒരു പദ്ധതി, ഇത്ര ബൃഹത്തായ ഒരു പദ്ധതി ഇവിടെ നിർമ്മിച്ചതെന്ന് ഒരാൾക്കും തോന്നില്ല. അത്ര വലിയ പ്രചാര വേലയാണ് ഈ ഒരു വിഷയത്തിന് പിന്നിൽ, ഈ ഒരു ഉദ്ഘാടന മാമാങ്കത്തിന് പിന്നിൽ ഇവർ നടത്തിയിരിക്കുന്നത്. കൊച്ചി കോർപ്പറേഷനും അതോടൊപ്പം തന്നെ സംസ്ഥാന സർക്കാരും അത് ഇവരുടെ സ്വന്തം പദ്ധതിയായി മാറ്റിക്കൊണ്ട് ജനങ്ങളെ തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ട് ജനങ്ങളുടെ കണ്ണിൽ പൊടി ഇട്ടുകൊണ്ടുള്ള ഒരു നടപടിക്രമങ്ങൾ തന്നെയാണ് അവർ നടത്തുന്നത്. നാളെയാണ് മുഖ്യമന്ത്രി ഈ ഒരു ഫ്ലാറ്റ് സമുച്ചയം ഉദ്ഘാടനം ചെയ്യുന്നത്. പക്ഷേ കേന്ദ്രമന്ത്രിമാരെ ആരെയും, കേരളത്തിൽ നിന്നുള്ള കേന്ദ്രമന്ത്രിമാരുണ്ട്, അതോടൊപ്പം തന്നെ MP ഉണ്ട്, പക്ഷേ ഒരാളെയും ഈ ഉദ്ഘാടന ചടങ്ങിലേക്ക് ക്ഷണിച്ചിട്ടില്ല എന്നതാണ് BJP ഉയർത്തുന്ന ആരോപണം. ഇത് സ്വന്തം പദ്ധതിയായി രാഷ്ട്രീയ ലാഭത്തിന് വേണ്ടി സങ്കുചിതമായ ചിന്തയോടെ നടത്തുന്ന ഒരു പദ്ധതിയാണ്. അതുകൊണ്ട് തന്നെ ഇത് ജനങ്ങളുടെ മുന്നിൽ തുറന്നു കാട്ടുമെന്നുള്ളതാണ് BJPയുടെ ജില്ലാ പ്രസിഡന്റ് ഈ ഒരു വിഷയത്തിൽ പ്രതികരിച്ചിരുന്നു. ജില്ലാ പ്രസിഡന്റ് പറയുന്നത് ഇത് ഒരു കാരണവശാലും അംഗീകരിച്ച് നൽകാനാകില്ല. കാരണം നരേന്ദ്രമോദി സർക്കാരിന്റെ പിന്തുണയോടുകൂടിയാണ്, സഹായത്തോടു കൂടിയാണ് ഈ പദ്ധതി ഇവിടെ യാഥാർത്ഥ്യമാക്കിയത്. പക്ഷേ ആ ഒരു വിഷയത്തിൽ സങ്കുചിതമായ രാഷ്ട്രീയ കാഴ്ചപ്പാടാണ് നഗരസഭയ്ക്കും സർക്കാരിനും ഉള്ളത്. അവരുടെ സ്വന്തം പദ്ധതിയായി ഇത് മാറ്റിയെടുത്തുകൊണ്ട് മുന്നോട്ട് പോവുകയാണ്. ഇതൊരു കാരണവശാലും അംഗീകരിക്കാനാകില്ല. പൊതുജന മധ്യത്തിൽ ഇത് തുറന്നു കാണിക്കും എന്ന് തന്നെയാണ് BJP വ്യക്തമാക്കുകയും ചെയ്തിരിക്കുന്നത്. ഇത് ഒറ്റപ്പെട്ട ഒരു സംഭവമായി നമുക്ക് കാണാൻ കഴിയില്ല. എവിടെയൊക്കെ കേന്ദ്ര സർക്കാർ പാവങ്ങൾക്ക് കൈത്താങ്ങാകുന്ന പദ്ധതിയുമായി വരുമ്പോൾ അത് പേരുമാറ്റി അല്ലെങ്കിൽ തങ്ങളുടെ സ്വന്തം പദ്ധതിയായി അവതരിപ്പിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്ന ഒരു സമീപനമാണ് ഇതുവരെയും പിണറായി സർക്കാർ സ്വീകരിച്ചു വരുന്നത്. അതുതന്നെയാണ് ഇവിടെയും നടന്നത്. ഗൗതം, കൊച്ചിയിലും കേന്ദ്ര സർക്കാരിൻ്റെ പദ്ധതി, ഫ്ലാറ്റ് സമുച്ചയ പദ്ധതി, അതും കയറിക്കിടക്കാനൊരു ഇടമില്ലാത്ത ആളുകൾക്കായി കേന്ദ്ര സർക്കാർ നൽകിയ പദ്ധതി പേരുമാറ്റി നാളെ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉദ്ഘാടനം ചെയ്യുകയാണ്. നേരത്തെ അരുൺ സൂചിപ്പിച്ചതുപോലെ ഇത് ആദ്യത്തെ ഒരു സംഭവമല്ല. കേന്ദ്ര സർക്കാരിൻ്റെ പൈസ വാങ്ങുക, ആ പദ്ധതിയുടെ ഭാഗമാകുക, എന്നിട്ട് അത് സംസ്ഥാന സർക്കാരാണ് നടപ്പാക്കിയത് എന്ന രീതിയിൽ നാട് നീളെ ഫ്ലെക്സ് വെക്കുകയും അതിൻ്റെ പ്രചാരവേള നടത്തുകയും PR വർക്ക് നടത്തുകയും ഒക്കെ ചെയ്യുന്നത് ഈ സംസ്ഥാന സർക്കാരിൻ്റെ ഒരു സ്ഥിരം വേലയാണ് എന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല. ഇതിൻ്റെ ഏറ്റവും അവസാനത്തെ ഉദാഹരണമാണ് കൊച്ചിയിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അരുൺ കൊടുങ്ങൂരാണ് ഈ വാർത്തയുടെ വിശദാംശങ്ങൾ പങ്കുവച്ചത്.